ഹലോ, അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മീന കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവയും മൈദയും വെച്ച് ഉണ്ടാക്കുന്ന ഒരു ദോശൻ്റെ റെസിപ്പിയാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നുള്ളത് ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വയ്ക്കുന്നതാണ്. നമുക്ക് വീട്ടിലേക്ക് പോയാലോ. ആദ്യം ഒരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ടു. ആ കപ്പിൽ തന്നെ അരക്കപ്പ് അരിപ്പൊടിയും ഇട്ട് കൊടുത്തു. അരക്കപ്പ് റവയും ഇട്ട് കൊടുത്തു. ഇതിലേക്ക് 2-3 ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു തേങ്ങൻ്റെ പകുതി ചെറുതാക്കി കട്ട് ചെയ്ത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. 2 ചെറിയ സവാള പൊടിയായി ചോപ്പ് ചെയ്ത് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്ത് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. 2 തണ്ട് കരിവേപ്പിൻ്റെ ഇലയും അതും കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. 1 ടീസ്പൂണ് ചെറിയ ജീരകയും അതും ഇട്ട് കൊടുത്തു. പൊടി കലക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാ ഒരു തവ വെച്ച് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. 1 ടീസ്പൂണ് ഉപ്പും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. കൂടി ഒന്ന് മിക്സ് ചെയ്ത് ദോശൻ്റെ പരുവത്തിലാക്കി എടുത്തിട്ടാ. ഇന്ന് ദോശ ഉണ്ടാക്കുന്നത് വിറകടുപ്പിൽ വെച്ചിട്ടാണ്. അടുപ്പ് കത്തിച്ച് ദോശച്ചട്ടി അതിൻ്റെ മേലെ വെച്ച് കൊടുത്തു. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ തേച്ച് കൊടുത്തു. ഒരു തവി മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് പതിയെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടാ. തേങ്ങാക്കൊത്തും സവാളയും ഉള്ളത് കൊണ്ട് നമുക്ക് ബലം കൊടുത്തിട്ട് ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. പതിയെ ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് കുക്കായി. അതിൻ്റെ മേലെ ഓയിൽ തേച്ച് കൊടുത്തു. ചട്ടകം എടുത്ത് അത് മറിച്ചിട്ട് കൊടുത്തിട്ടാ. അതും കുക്കായി വന്നപ്പോൾ ചട്ടകം എടുത്ത് വാങ്ങി വെച്ചു. അപ്പം നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ തയ്യാറായിട്ടാ. വീണ്ടും ചൂടായ ചട്ടിയിലേക്ക് എണ്ണ തേച്ച് കൊടുത്തു. ഒരു തവി മാവ് എടുത്ത് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടാ. ആ ഭാഗം കുക്കായപ്പോൾ അതിൻ്റെ മേലെ എണ്ണ തേച്ച് മറിച്ചിട്ട് കൊടുത്തുട്ടാ. ദോശ കുക്കായാൽ ചട്ടകം വെച്ച് നല്ലവണ്ണം അടർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ചട്ടിയിൽ നിന്ന് കിട്ടാത്ത പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. കുക്കായ ദോശ വാങ്ങി വെച്ചിട്ടോ. ഈ മാവിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് നീരി ദോശ ആക്കിയിട്ടും ചുട്ടെടുക്കാൻ പറ്റൂട്ടാ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് കട്ടിക്കാണ് മാവ് കലക്കി വെച്ചത്. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ തേച്ച് കൊടുത്തു. ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടാ. എന്നിട്ടൊന്ന് നല്ലവണ്ണം ചുറ്റിച്ചെടുത്തിട്ടാ. ഈ ദോശ കറി ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങയും സവാളയും ജീരകമൊക്കെ ഉള്ള കാരണം കറി ഇല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. സമയം വൈകിയ നേരത്തെ ഇതുപോലത്തെ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ടാ. ദോശ ഒരു ഭാഗം കുക്കായപ്പോൾ അതിൻ്റെ മേലെ എണ്ണ തേച്ച് കൊടുത്തു. ചട്ടകം കൊണ്ട് മറിച്ചിട്ടിട്ടാ. അതൊന്ന് കുക്കായി വന്നപ്പോൾ എടുത്ത് വാങ്ങി വെച്ചിട്ടാ. വീണ്ടും ചട്ടിയിലേക്ക് എണ്ണ തേച്ച് കൊടുത്തു. ഇന്ന് കുട്ടികൾക്ക് പരീക്ഷയാണ്. അതുകൊണ്ട് നേരത്തെ ക്ലാസ്സിൽ പോകണം. 3 ആൾക്കും രാവിലെ തന്നെയാണ് പരീക്ഷ ഉള്ളത് കേട്ടോ. ഇന്ന് ഫുഡൊന്നും കൊടുത്തു വിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇന്ന് ഞാൻ ഇതിലേക്ക് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പുറത്തുനിന്ന് വാങ്ങിച്ച് കൊടുക്കുന്നതാണ്. ക്രീം പീസും ഉരുളൻകിഴങ്ങും വെച്ച് ഉണ്ടാക്കിയ കറിയാണ് ഇന്ന് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കുന്നത് കേട്ടോ. ചൂടായ ചട്ടിയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തു. അത് നല്ലവണ്ണം ചുറ്റിച്ചെടുത്തിട്ടോ. എനിക്ക് ഈ അപ്പത്തിനേക്കാളും ഇഷ്ടം നീര് ദോശ ആണ്. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകി ഇട്ട് കൊടുത്ത് ദോശ ചുട്ടാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കറിൻ്റെ ആവശ്യമൊന്നും വേണ്ടി വരില്ല. ദോശ കുക്കായപ്പോൾ അതിൻ്റെ മേലെ എണ്ണ തേച്ച് കൊടുത്തിട്ടോ. ഈ ദോശ ചുട്ട ഉടനെ ചൂടോടുകൂടി തന്നെ കഴിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ചട്ടകം വെച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടോ. അതും കുക്കായി വന്നപ്പോൾ ദോശ എടുത്ത് വാങ്ങി വെച്ചിട്ടാ. അപ്പം നമ്മുടെ ദോശ എല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് കരുതിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും.